എല്ലാവർക്കും സ്പിനാച്ച് ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട മയോണൈസ് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പം നമുക്കിനി വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനിനി 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 2 അല്ലി ഇട്ടാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം സ്പീഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, സൺഫ്ലവറോ ഒലീവ് ഓയിലോ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, 1 കപ്പ് നമ്മൾ മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് നോക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ അതേ ഫ്ലേവറിലും അതേ ടെക്സ്ചറിലും ഉള്ളൊരു മയോണൈസാണ് നമ്മളിപ്പോൾ വീട്ടിലും പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ ഇതൊന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻസും റിവ്യൂസും സജഷൻസും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.